രാവിലെ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളുപ്പിന് 6 മണി തൊട്ട് എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമും അല്ലാതെയൊക്കെ. ഇന്ന് രാവിലത്തെ ഇൻട്രസ്റ്റെല്ലാറിൻ്റെ 6 മണിക്കത്തെ സിനിപോളിസ് കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൻ്റെ ഷോ ക്യാൻസലായി. സപ്പോർട്ടില്ല. ഇന്ന് ഷോ നടക്കുന്നതായിരുന്നു. ഇന്ന് രാവിലെ 6 ഷോ നേരത്തെ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അസിസ്റ്റൻസ് നേരത്തെയാക്കണ്ടേ? നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അസിസ്റ്റൻസ് റെഡിയാക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ല ഞങ്ങളുടെ അല്ല. 6 ഷോ നേരത്തെ അറിയാൻ നിങ്ങളുടെ മുകളിലത്തെ ആളെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ഒരാളോട് ഒരുപാട് പേര് ഈ സിനിമ കാണുമെന്നുള്ള അതിയായ ആഗ്രഹം കാരണം 550 രൂപക്ക് ആദ്യം ലിസ്റ്റ് ചെയ്ത സിനിമ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് 700 രൂപയായി ടിക്കറ്റ് പ്രൈസ്. അതിനുശേഷം 800 രൂപയായി ടിക്കറ്റ് പ്രൈസ്, പ്ലസ് ബുക്കിംഗ് ചാർജും കൂടി ചേർത്ത് 900 രൂപയ്ക്ക് മുകളിൽ പേ ചെയ്ത ഒരുപാട് ആൾക്കാർ അക്രോസ് കേരളയിൽ നിന്ന് വന്നിട്ടുണ്ട്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഈ കൊച്ചി ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ വന്നു. എന്നിട്ട് ഷോ ക്യാൻസലായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നേരത്തെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോൾ അവിടെ 6 മണിക്കത്തെ ഷോയ്ക്ക് വന്നെങ്കിൽ അവർ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം? അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഷോ കാണാൻ വേണ്ടി വന്നപ്പോൾ ഷോ ക്യാൻസലായ അവസ്ഥ. ഭയങ്കര ശോകോടെ, ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം. ഷോ ക്യാൻസലായതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KDM വന്നില്ല, കീ ഡെലിവറി മെസ്സേജ്. അതെന്താണെന്ന് നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും KDM വരാത്ത കാരണം കൊണ്ട് സിനിമ നടക്കാറില്ല. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട അതാത് ആൾക്കാർ അയച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ് KDM. പണ്ട് കാലങ്ങളിൽ റീൽസ് സിനിമ കൊട്ടക തിയേറ്ററിലേക്ക് വരും. അപ്പോൾ റീലെടുത്ത് വെറുതെ പ്ലേ ചെയ്താൽ മതി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമ ഡിജിറ്റലാക്കിയ പിന്നെ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സെർവറിൽ നിന്ന് എടുക്കുന്ന ഫയലായിക്കോട്ടെ, അത് നേരത്തെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയാൽ പോലും അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഭാഗം അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഭാഗം പ്ലേ ചെയ്ത് നോക്കാമെന്നല്ലാണ്ട് ഫുൾ സിനിമ തിയേറ്റർ ആൾക്ക് പ്ലേ ആവില്ല. ചിലപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നിന്ന് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ KDM എന്ന് പറഞ്ഞ സാധനം ഒരു കീയാണ്. അതൊരു അൺലോക്കിംഗ് കീ ഒക്കെ പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു പാസ്വേഡ്, അല്ലെങ്കിൽ ആക്ച്വലി അതൊരു ഫയലാണ്. ഇങ്ങനത്തെ ഒരു സാധനമാണ്. ആ ഫയൽ അവരുടെ ആ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്താലേ ആ ഫുൾ DCP പ്ലേ ആവുകയുള്ളൂ. അപ്പോൾ KDM എന്നുള്ള ഫയൽ വന്നിട്ടില്ലെങ്കിൽ ഫുൾ സിനിമ തിയേറ്ററുകാർക്ക്, പ്രൊജക്ഷനിസ്റ്റിന് പ്ലേ ചെയ്യാൻ പറ്റില്ല. പ്ലേ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നിന്നു പോകും. അപ്പോൾ ഈ KDM ഇന്ന് വന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സിനിമ പ്ലേ ആക്കിയില്ല. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നിന്നോ, ചിലപ്പോൾ പ്ലേ ആവില്ല. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സെർവർ അനുസരിച്ചൊക്കെ പല രീതികളാണ്. അപ്പോൾ KDM വന്നില്ല. KDM കിട്ടാത്തതുകൊണ്ട് ഇന്ന് ഷോ നടന്നില്ല. ഇത് ഭയങ്കര ഒരു ദുരന്തം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹൈപ്ഡ് ആയിട്ടുള്ള സിനിമകൾ, ഇങ്ങനെ ആൾക്കാർ കാണാൻ കൊതിച്ചിരിക്കുന്ന സിനിമകളുടെ ഒരു ഷോ, അതും വെളുപ്പിന് ഇത്രയും പുലർച്ചെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് KDM കിട്ടിയില്ലെങ്കിൽ എൻ്റെ പൊന്നെ, ഞാനാണെങ്കിൽ പോലും മെൻ്റലാവും. ശരിക്കും ഭ്രാന്ത് പിടിക്കും നമുക്ക്. കുറേ പേര് ചിലപ്പോൾ ലീവ് എടുത്തായിരിക്കും വരണം. കുറേ പേര് ചിലപ്പോൾ ആ ഒരു ഷോ കാണാൻ വേണ്ടി മാത്രമായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ബസ്സോ കാറെടുത്തോ അല്ലെങ്കിൽ മേ ബി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പ്ലാൻ ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്ര സമയത്തിന് കൊച്ചി എത്തുന്നു, സിനിമ കാണുന്നു, അതിനുശേഷം ഉടനെ തന്നെ സിനിമ കണ്ട് തിരിച്ച് വീട്ടിൽ പോകും എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും ചിലവർ വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഈ അവസ്ഥ. ഈ തിയേറ്റർ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെ പോയാലും KDM എന്നുള്ള സംഭവം നിങ്ങൾ അത് ആരായിട്ടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അത് കറക്റ്റ് ടൈമിൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. എനിക്കറിയാം തിയേറ്റർ സ്റ്റാഫ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഈ കേസിൽ കുറ്റം പറയാൻ പറ്റില്ല. KDM ഇഷ്യൂ ചെയ്യേണ്ട ആൾക്കാർ, അതായിട്ട് ബന്ധപ്പെട്ടവരുടെ ഡിലേ കൊണ്ടും അവർ സാധനം തരാത്തതുകൊണ്ടോ, ഈവൻ ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, KDM ഇഷ്യൂ ചെയ്യേണ്ട ആൾ ഉറങ്ങിപ്പോയി, വൈകിപ്പോയി, അതുകൊണ്ട് രാവിലത്തെ ഷോ മിസ്സായത്.
അത് ഭയങ്കര സീനാണ്. കാരണം ഈ കീ ഡെലിവറി മെസ്സേജ് KDM എന്ന് പറഞ്ഞ സാധനം ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. ഒരു ആൾ മാനുവലായിട്ട് ഈ സാധനം അയച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KDM എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അയച്ചു കൊടുത്തിരിക്കുന്ന DCP അല്ലെങ്കിൽ സിനിമയുടെ ഫയല് വല്ല ലീക്കായി പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൻ്റെ ആൾക്ക് തോന്നുകയാണ് എല്ലാവരും തിയേറ്ററിൽ ഷോ തുടങ്ങണം, ഞാൻ നേരത്തെ കളിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പ്ലേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. ഈ ചില പ്രൊഡക്റ്റുകൾ ചില കമ്പനികൾ അയച്ചു കൊടുക്കുമ്പോൾ എംബാർഗോ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സമയം ആവുമ്പോഴേ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വീഡിയോ വരാൻ പാടുള്ളൂ. ഇപ്പോൾ തിയേറ്ററുകളുടെ എംബാർഗോ പോലത്തെ ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് KDM എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സിമ്പിൾ ടേംസിൽ. അതായത് ഒരു സിനിമ ഇത്ര മണിക്ക് ശേഷമേ ഇന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു റൂളുണ്ട്. അത് അങ്ങനെ ആയിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഇറങ്ങുന്ന ഒരു സിനിമ അതിന് ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന ടൈമിൽ ഈ സിനിമ പ്ലേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതായത് അതിന് ശേഷം പോകണമെങ്കിൽ പ്ലേ ചെയ്യാം. ഈവൻ അതിലും ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഈ KDM എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ ഇത്ര ദിവസത്തേക്കായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ KDM കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് നിന്ന് ഒരാൾ വാങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ വാങ്ങുമ്പോഴേക്കും അയാൾ ചിലപ്പോൾ അത് ഒരു മാസം പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാഴ്ച പ്ലേ ചെയ്യാനുള്ള KDMത്തിനുള്ള പൈസയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരാഴ്ചത്തേക്കുള്ള KDM പ്ലേ ചെയ്യാനുള്ള വിൻഡോ ഉള്ള അല്ലെങ്കിൽ ആ ഒരു KDM ആ എത്ര ദിവസത്തേക്ക് ഇത്ര ഷോ പ്ലേ ചെയ്യാനുള്ള അതിൻ്റെ പൈസയ്ക്ക് അടച്ചിരിക്കുന്നത്. അങ്ങനെ പല പരിപാടിയുണ്ട്. ഇത് പല രീതികളിലുണ്ട്. ഇപ്പം നിങ്ങൾ ചില ആമസോണോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിൽ റെൻ്റ് മൂവി എടുക്കൂലേ, അതിന് ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു തവണ പ്ലേ ചെയ്യാം. ആ രീതിയിലേക്ക് ആ റെൻറ്റിന് ഇത്ര രൂപ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ പരിപാടി. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും സ്റ്റാഫിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എവിടെയാണ് നമ്മൾ സ്റ്റാഫിനെ പൊതുവെ കുറ്റം പറഞ്ഞ് പോകുന്നത് എന്നുള്ളതും കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല തിയേറ്ററുകളിലും സ്റ്റാഫ് ഇൻറ്റേർണൽ ആയിട്ടുള്ള കമ്പനിയുടെ പോളിസീസോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ത്രെറ്റായിട്ട് വന്ന് അവരുടെ ജോലിക്ക് വല്ലതും പറ്റിയാണെന്ന് വിചാരിച്ച് ഇവർ വായി തോന്നിയൊക്കെ വിളിച്ച് പറയും. അല്ലെങ്കിൽ ചിലവർ ഇതിനെപ്പറ്റി തീരെ അറിയാൻ പാടാത്തവരായിരിക്കും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവസാനം അവർക്ക് തന്നെ പൂരത്തെറിയേക്കും. കാരണം വന്നിരിക്കുന്ന ഇപ്പോൾ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സിനിമയെപ്പറ്റി അല്ലെങ്കിൽ തിയേറ്ററുകളെ പറ്റി അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മണ്ടത്തരം പോഴത്തരം പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയും, എന്ത് ആനെന്താണ് ഈ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കാര്യങ്ങൾ പറയും. അപ്പോഴാണ് അയ്യോ പെട്ടെന്ന് മനസ്സിലാവണത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, ചിലവർക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. ഈവൻ തിയേറ്റർ സ്റ്റാഫാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവർക്ക് ധാരണ ഉണ്ടാവില്ല. ചിലർക്ക് പേടിയായിരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പുറത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി മാനേജർ വന്ന് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്താലോ അല്ലെങ്കിൽ എൻ്റെ ജോലി തന്നെ പോയാലോ എന്നൊക്കെ വിചാരിച്ച് കുറേ പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കസ്റ്റമറിനെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം പണിയിൽ ചെന്ന് വീടും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് സംഭവം കണ്ടിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായി തിയേറ്ററിൽ പോയിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും ചിലവരൊക്കെ പറയണൊക്കെ ഞാൻ ഇങ്ങനെ മുഖത്ത് കൈവച്ചിരുന്ന അവസ്ഥ ഞാൻ പറയും, എൻ്റെ ബ്രോ എനിക്കറിയാം എന്താ സംഭവം എന്നുള്ളത്, നിങ്ങൾ വെറുതെ പൊട്ടത്തരൊന്നും പറയില്ല. ഇതിപ്പോൾ എന്നോട് പറഞ്ഞു വേറൊരാളെടുത്ത് പറഞ്ഞാൽ അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ വന്ന് നിങ്ങൾ എടുത്തിട്ട് പോയിരിക്കും എന്ന് പറയും. ഇതൊക്കെ കൂടാതെ ഇവർ ഇന്നലെ ഡ്യൂൺ പാർട്ട് 1 ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സിനിപോളിസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ ഒരു ആപ്പ്, എൻ്റെ പൊന്നോ ഗ്ലിച്ചിൻ്റെ ബഹളമാണ്. ഭയങ്കര ഷോക ആപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ IRCTCയുടെ വെബ്സൈറ്റ് അവസ്ഥയാണ് ഇവരുടെ ബുക്കിംഗ് ആപ്പിൻ്റെ സിനിപോളിസ് ഇന്ത്യയുടെ. എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര കളിയാണ് ഈ സാധനം. പക്ഷേ അവിടെ ഓഫർ കിട്ടും. സിനിപോളിസ് 25 എന്ന് പറഞ്ഞാൽ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25% മാക്സിമം 100 രൂപീസ് എന്തോ ഓഫറൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് എടുക്കണേലും ലാഭം ബുക്ക് മൈ ഷോ എന്ന് എടുക്കണേക്കാൾ ആളുമൊക്കെ. ഈവൻ ബുക്ക് മൈ ഷോയിൽ പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ, ഞാൻ കൂടുതൽ പറയാനുള്ള. അപ്പോൾ വീണ്ടും പൈസ കൂടും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഓൾറെഡി എൻ്റെ മനസ്സിൽ 550 രൂപ തന്നെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ബുക്കിംഗ് ചാർജ് അത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കിട്ടിയാൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരിക്കുമുള്ള ഇപ്പോൾ ടിക്കറ്റ് പ്രൈസ് ആയ 550 രൂപ ചിലപ്പോൾ ഒരു 30 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുള്ളൂ. എന്നാലും എന്തെങ്കിലും ആവട്ടെ, കിട്ടണ അത്രയും ഡിസ്കൗണ്ട് കിട്ടട്ടെ. വീണ്ടും ഓവർ പ്രൈസ്ഡ് ആയിട്ട് പേ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും എടുത്തിട്ടും ഈ ആപ്പ് യൂസ് ചെയ്യണത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് കിട്ടിയൊരു പണിയെ നിങ്ങളോട് പറയാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇടാൻ മറന്നുപോയതാണ്. ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്നവർക്കറിയാം ഓൾറെഡി എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. ഡ്യൂൺ പാർട്ട് 1 എന്നുള്ള സിനിമ സിനിപോളിസിൻ്റെ ആപ്പിൽ ഇവർ തന്നെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് വേറെ ടീമുണ്ടെന്ന്. എൻ്റെ അറിവിൽ വേറെ ടീമില്ല. എപ്പോഴും അതാത് തിയേറ്റർ വെന്യൂസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആപ്പിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. ഈവൻ
അതാത് വെന്യൂസിലുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ കൺസേൺഡ് ആളുകളാണ് എത്ര രൂപയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വരെ തീരുമാനിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ സിനിപോളിസ് കൊച്ചി ഐമാക്സ് ലേസർ വെന്യൂ ആണെന്ന് വിചാരിച്ചു. അവരുടെ അവിടെയുള്ള തലപ്പത്തിരിക്കുന്ന മാനേജറോ അങ്ങനത്തെ രീതിയിലുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ കോണ്ടന്റ് മാനേജ് ചെയ്യുന്ന ആളോ അങ്ങനെ, അല്ലെങ്കിൽ സെയിൽസിൻ്റെ മാനേജർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എത്രയാണ് സിനിമയ്ക്കുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യണമെന്നുള്ളത്. ഈവൻ സിനിമ ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിക്കാനൊക്കെ ഒരാളുണ്ടാവും. ഇന്നലെ ഇത് ലിസ്റ്റ് ചെയ്തത് ഡ്യൂൺ പാർട്ട് 1 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത്, എനിക്ക് ഇഷ്ടമുള്ള നല്ലൊരു സീറ്റൊക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഡ്യൂൺ പാർട്ട് 1 എന്നുള്ള സിനിമ പാൻഡമിക്കിൻ്റെ ടൈമിലാണ് റിലീസായത്. അതും നമ്മുടെ ഇവിടെ ആ സമയത്ത് കേരളത്തിൽ ഐമാക്സേ ഇല്ല, കോയമ്പത്തൂർ ഐമാക്സ് തുറന്നിട്ടില്ല. പാൻഡമിക് ആയതുകൊണ്ട് ദൂരെ പോകാനും പറ്റാത്ത ഒരു ലിമിറ്റേഷനും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ എസ്പെഷ്യലി ഐമാക്സിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാണാൻ പറ്റിയില്ല. വലിയ യുദ്ധം തന്നെ നടന്നായിരുന്നു. ഡെനി വില്ലിനോവും നമ്മുടെ നോളനെ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഐമാക്സിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് വലിയ വിഷയമൊക്കെ ആയിരുന്നു. അവസാനം ഐമാക്സ് റിലീസായി ലോകത്ത് മറ്റുള്ളിടത്തൊക്കെ. പക്ഷേ ഇന്ത്യയിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ആ സിനിമ ഐമാക്സിൽ കാണാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം ബ്രോഡ്വേ സിനിമാസ് ഡൂൺ പാർട്ട് 2 റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ എന്തോ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് അറിയാതെ പോയി. ആ സമയത്ത് അവർ ഭയങ്കര ആക്റ്റീവൊന്നും അല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് ഇതറിയാതെ പോയി. അതുകൊണ്ട് അത് കാണാനും പറ്റിയില്ല, മിസ്സായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ സിനിമ ഇതുവരെ ഐമാക്സിൽ കണ്ടിട്ടില്ല, കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇന്നലെ ഇത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആർമായിച്ച് സന്തോഷപ്പെട്ടിട്ട് ഞാൻ ഈ സാധനം ബുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും ഒരു കോൾ എനിക്ക് വന്നു സിനിപോളിസിൽ നിന്ന്. ഇതിന് മുന്നേ ഞാൻ വെറുതെ എടുത്തിട്ട് എത്ര നേരം ഉണ്ടാവും, എപ്പോൾ തീരും, ഇന്ന് വേറെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ടൈമിലൊരു പ്രശ്നം എനിക്ക് തോന്നി. ഡ്യൂൺ പാർട്ട് 1ഉം പാർട്ട് 2നും ഒരേ ടൈം തന്നെ. അങ്ങനെയല്ലല്ലോ, 2 സിനിമയ്ക്ക് 2 ഡ്യൂറേഷനാണ് ഉള്ളത്. അത് തന്നെ എനിക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് വയ്ക്കാൻ തോന്നി, ചേട്ടാ ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോഴേക്കും ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തോ എററും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ബുക്ക് ചെയ്യേണ്ട, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ എനിക്ക് കോൾ വന്നത് സിനിപോളിസ് കൊച്ചിയിൽ നിന്ന് സ്റ്റാഫായിരുന്നു വിളിച്ചത്. സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു അബദ്ധം പറ്റി, ഞങ്ങൾ ഡൂൺ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത ഷോ ഉണ്ടല്ലോ അത് ആക്ച്വലി ഡൂൺ 2 ആണെന്ന്. ഡൂൺ 1 റിലീസ് ഇല്ലെന്ന്. എങ്ങനെയുണ്ട്? ഇത് കൂടാതെ അവർ പറഞ്ഞു നാളെ സാറപ്പോൾ വരുമ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ഡൂൺ 2 ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഡൂൺ 2 കാണണ്ട, ഓൾറെഡി ഞാൻ 3 സിനിമ കണ്ട്. ഒരു നോർമൽ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ 4K ആയ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4DX പോയി കണ്ടു. അതിനുശേഷം ഞാൻ കോയമ്പത്തൂർ ബ്രോഡ് സിനിമാസ് ഐമാക്സ് ലേസറിൽ ഡൂൺ 2 പോയി കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കാണണ്ട, എനിക്ക് പാർട്ട് 1 ആണ് കാണേണ്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് സാർ നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലം ഇല്ല, നമുക്ക് ഇൻട്രസ്റ്റെല്ലാർ സാർ കണ്ടോന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇൻട്രസ്റ്റെല്ലാർ നിങ്ങളുടെ അവിടെ തന്നെ കണ്ടു, അതുകൂടാണ്ട് ബ്രോഡ്വേയിലും പോയി ഞാൻ കണ്ടാണ്, അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട, എനിക്ക് പൈസ റീഫണ്ട് തന്നെ വേണമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സാർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഫോൺ വെച്ചു. കുറേ നേരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ട് കോൾ വരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് വിളിച്ച് ഞാൻ പറഞ്ഞു എന്തായി റീഫണ്ടിൻ്റെ കാര്യം എന്തായെന്ന് പറഞ്ഞു. സാർ റീഫണ്ട് നാളെ കിട്ടും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ഒരു ഫോൺ വെച്ചു. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഈ റീഫണ്ട് തരാമെന്ന് പറഞ്ഞതല്ല, അതിനൊരു മെസ്സേജോ ഒന്നും വരുന്നില്ല, മെയിലോ വന്നിട്ടില്ല. മെയിൽ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഷോ കൺഫേംഡ് ആണ്, നാളെ രാവിലെ 9:25 ഷോ ഡൂൺ 1 ആണ് കാണാൻ പോകണമെന്നുള്ള രീതിയിലാണ് എനിക്ക് ടിക്കറ്റ് വന്ന് കിടക്കുന്നത്. എൻ്റെ ഈ ടിക്കറ്റ് ഇടണം, ഞാൻ കാണിച്ചു തരാം. അത് അവസാനം പേ ചെയ്തേക്കണ എമൗണ്ട് ആണെങ്കിൽ 500 സംതിങ് രൂപ, 550 രൂപ പ്ലസ് ബുക്കിംഗ് ചാർജ് ഉണ്ടായിരുന്നു. എന്തോ ഭയത്തിന് സിനിപോളിസ് 25 എന്ന് പറഞ്ഞ കോൾ അടിച്ചപ്പോഴേക്കും 100 രൂപ കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ ഒന്നുകൂടി വിളിച്ച് കൺസേൺഡ് ആയിട്ട് ഒന്നുകൂടി അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അപ്പോൾ നിഖിൽ സാറല്ലേ, ഞങ്ങൾ എന്താണ് റീഫണ്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ബ്രോ ഒരു സംഭവം ഉണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിതുവരെ മെസ്സേജോ മെയിലോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഇതെങ്ങനെ എനിക്ക് കിട്ടുമെന്ന് ഞാനെങ്ങനെ അറിയും, അതിനെന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ ഉള്ള രീതി വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിൾ പേ വഴിയായിരിക്കും ഇത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ നമ്പറിൽ ഗൂഗിൾ പേ ഇല്ല എന്നും പറഞ്ഞാൽ അവസാനം ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു ഗൂഗിൾ പേയിൽ അയച്ചു തരും. ഞാൻ എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ നാളേക്കുള്ളിൽ എന്തായാലും വരും എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ അവർ എടുത്തില്ല, തിരിച്ചിങ്ങോട്ട് വിളിക്കുക ചെയ്തത്. എന്നോട് സംസാരിച്ച് ശ്രീഹരി എന്ന് പറഞ്ഞ സ്റ്റാഫാണ്, കിട്ടുന്ന സ്റ്റാഫാണ്. മച്ചൻ വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞ പോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഗൂഗിൾ പേയിൽ ശ്രീഹരിയുടെ നമ്പറിൽ നിന്നാണ് എനിക്ക് 550 രൂപ അയച്ച് റീഫണ്ട് തന്നു. അപ്പോൾ നല്ല സ്റ്റാഫിനെ നല്ലതെന്ന് തന്നെ പറയും.
അപ്പോൾ ശ്രീഹരി ചെയ്ത കാര്യം കിടു തന്നെയാണ്, ഒന്നും പറയാതെ പേരെടുത്ത് ഞാൻ പറയുന്നത്. ആൾ വളരെ കിടുവായിരുന്നു. രാവിലെ പറഞ്ഞതുപോലെ വെളുപ്പിന് തന്നെ ആൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ജോലിക്ക് കയറിയ ആ ടൈമിൽ തന്നെ എനിക്ക് റീഫണ്ട് അയച്ചു തന്നു. പേഴ്സണലി കയ്യിൽ നിന്ന് എടുത്ത് അയച്ചാണെന്ന് പോയി എനിക്ക് ഡൗട്ട് അടിച്ച് പോയി. കാരണം സിനിപോളിസിൻ്റെ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ സിനിപോളിസിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ഒന്നുമല്ല പൈസ വന്നിരിക്കുന്നത്. പേഴ്സണലി ആളുടെ മൊബൈൽ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് റീഫണ്ട് കിട്ടി. ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ രാവിലെ 6 മണിക്ക് ഷോ ക്യാൻസലായപ്പോൾ കുറേ ആൾക്കാർ ദൂരെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തോരം പൈസ മുടക്കിയായിരിക്കും അവർ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഷോ ക്യാൻസലായിപ്പോയി. ഓൾറെഡി അത്രയും ഈ സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും അധികം ആ സിനിമ കാണണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലേക്ക് അവർ ഇത്രയും പൈസ മുടക്കി ട്രെയിനോ കാറോ അല്ലെങ്കിൽ ബസ്സോ പിടിച്ചിട്ട് വന്നിരിക്കുന്നത്. അവരുടെ സമയം, അവരുടെ സന്തോഷം എല്ലാം കൊളായിപ്പോവാണ്. എന്തുകൊണ്ട്? KDM കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ KDM ഒരു നശിഞ്ഞ ഇഷ്യൂ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇത്ര സംസാരിക്കാൻ കാരണം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്നുള്ള ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഡിജിറ്റൽ ആക്കരുതായിരുന്നു. അത് ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ, ഒരു റീലായിട്ട് തന്നെ, ഫിലിം റീൽസായിട്ട് ഇരുന്നിരുന്നെങ്കിലുള്ള ഗുണങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കണേ. വേറെ ഒന്നും കൊണ്ടല്ല. ഒരു 70mm IMAX അല്ലെങ്കിൽ 35mm ഒരു റീൽ അല്ലെങ്കിൽ 70mm റീൽ എന്തോ ആയിക്കോട്ടെ, അത് ഒരു കാസറ്റ് നമ്മൾ വാങ്ങുന്ന പോലെ, ഒരു ഓഡിയോ കാസറ്റോ അല്ലെങ്കിൽ ഒരു വൈനലോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാസറ്റ് വാങ്ങുന്ന പോലെ. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഇതേ ഇരിക്കുന്നുണ്ട്, ഇവിടെ പ്ലേ സ്റ്റേഷൻ്റെ ഇത്രയധികം എൻ്റെ പ്ലേ സ്റ്റേഷൻ്റെ ഗെയിംസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഗെയിംസ് വാങ്ങുന്നത് എപ്പോഴും ഫിസിക്കൽ കോപ്പിയാണ്. ഇപ്പോൾ ഇതൊരു സ്റ്റീൽ ബുക്ക് കവറാണ്. ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇത്ര അധികം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ ഫിസിക്കൽ കോപ്പി വാങ്ങാനുള്ള കാരണം പറയട്ടെ. ഇതിപ്പോൾ പ്ലേ സ്റ്റേഷൻ്റെ ഞാൻ ഡിജിറ്റൽ കോപ്പിയാണ് വാങ്ങണമെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും എടുത്ത് കളയണമെന്ന് തോന്നണേന്ന്. ഈ ഗെയിം ഞങ്ങൾക്ക് ഇനി തൊട്ട് ഞങ്ങളുടെ സെർവറിൽ വേണ്ട, എടുത്ത് കളഞ്ഞാൽ പോയി, അത് നമ്മുടെ സ്വന്തമല്ല. അതേസമയം ഈ കോപ്പി എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇതെൻ്റെ മാത്രമാണ്, എൻ്റെ സ്വന്തം സാധനമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ അതെടുത്ത് കളിക്കാം, ആർക്കെങ്കിലും കൊടുക്കാം, റെൻ്റ് ഔട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഒരു സ്വന്തമായ ഒരു റീല് ഒരു തിയേറ്റർ വാങ്ങുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി വാങ്ങി വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ, അത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇടാം. ഇതുകൊണ്ടാണ് BFI IMAX, ലെച്ചസ്റ്റർ സ്ക്വയർ IMAX, മെൽബേൺ, സിഡ്നി IMAX ഇവർക്ക് എല്ലാവർക്കുള്ള ഗുണം. അവർക്ക് സ്വന്തമായിട്ട് ഇൻട്രസ്റ്റെല്ലാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേത് സിനിമകളിലോ റീൽസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇട്ടത് പ്ലേ ചെയ്യാം. അവർക്കത് തിയേറ്ററിൽ ആൾ കുറയണമെന്ന് തോന്നുമ്പോഴേക്കും അവർക്ക് വേണമെങ്കിൽ ഷോ ഇടാം. അത് കാണാൻ എന്നാലും ആൾ വരും. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ അവസ്ഥ. ബാക്കിയുള്ള ഒരുപാട് IMAX സിനിമ ഇറങ്ങുകളാണ്, ഇവിടെ ഒന്നും ആളില്ല. ആ സിനിമയ്ക്കൊന്നും വലിയ ആളില്ല, വളരെ ചുരുക്കം സിനിമകൾക്കേ ആളുള്ളൂ. ഈ ഇൻട്രസ്റ്റെല്ലാർ എപ്പോഴൊക്കെ ഇടുന്ന പൊന്മിട്ടോ ഇടുന്ന താറാവ് പോലെയാണ്. എല്ലാവരും ഓടി വരും കാണാൻ. എത്ര വർഷം കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് 10ാമത്തെ ആനിവേഴ്സറിക്കാണ് നമ്മൾ ഈ സിനിമ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടാണ് സിനിമ പലയിടത്തും ഓടുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഇത് ഷോ ഇട്ടിട്ട് ഹൗസ്ഫുൾ അവസ്ഥയാണ്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഹൗസ്ഫുള്ളാണ്. ബാംഗ്ലൂർ കോറമംഗലിലുള്ള നെക്സസ് പണ്ടത്തെ ഫോറം മോള്, ഞാൻ ഈ അടുത്ത് പോയിട്ട് ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഒരു IMAX എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന സ്ഥലം. അവിടെ പോലും ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു. ടിക്കറ്റ് പ്രൈസ് 700-800 അപ്പോൾ ഞാൻ പറയുന്നത് ഫിസിക്കൽ കോപ്പീസ് ഉണ്ടായിരുന്നെങ്കിലും ഗുണം. അല്ലെങ്കിൽ ഒരു 70mm IMAX ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ സിനിമ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ട്രൂ ഇൻറ്റൻറ്റഡ് ഒരു ഫോമിലല്ല ഈ സിനിമകളൊക്കെ എടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റെല്ലാറൊക്കെ എടുത്തിരിക്കുന്നത് IMAX ക്യാമറ വെച്ചിട്ടാണ്. ഒറിജിനൽ OG IMAX ക്യാമറ, സർട്ടിഫൈഡ് ക്യാമറ അല്ല, ഒറിജിനൽ 15:70 പെർഫറേഷൻസ് ഉള്ള ഫിലിം റോളുകൾ വെച്ചിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ് മോസ്റ്റ് ഓഫ് ദി നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ മൂവീസ്. അപ്പോൾ ഇതെല്ലാം കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ GT IMAXകളിലാണ്. ഐ മീൻ GT അല്ല, ശരിക്കും പറഞ്ഞാൽ 70mm IMAX തന്നെയാണ് കാണേണ്ടത്. നമ്മളോട് GT IMAX പോലും ഇല്ല. കോള IMAX 2 ഉള്ളൂ. IMAX ലേസർ കുറച്ചേ ഉള്ളൂ. ഇപ്പം കുറേ സ്ഥലങ്ങളിൽ മേജർ സിറ്റീസ് ആയിട്ടുള്ള ചെന്നൈ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ഇവിടെയൊക്കെ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സീനോൺ IMAX ആണ്, ഈവൻ ഇൻ കൊൽക്കട്ട. അപ്പോൾ അതേസമയം കൊൽക്കട്ട ആയിക്കോട്ടെ, ഹൈദരാബാദിൽ IMAX ഇല്ല. കൊൽക്കട്ട ആയിക്കോട്ടെ, ഹൈദരാബാദ് ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ഇവിടെ എല്ലായിടത്തും 70mm IMAX ഉണ്ടായിരുന്നതാണ്. 15:70 പെർഫറേഷൻസ് ഫിലിം പ്ലേ ചെയ്യാൻ പറ്റുന്ന 70mm IMAX ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊന്നും ഈ പറഞ്ഞ IMAXകളൊന്നും ഇപ്പോൾ ഇല്ല. ഒറിജിനൽ OG IMAX ഇല്ല വിത്ത് ജയൻറ്റ് സ്ക്രീൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനേക്കാളൊക്കെ ഒരുപാട് ടിക്കറ്റ് പ്രൈസും കൂടുതൽ കൊടുത്തിട്ട് ഈ KDM ഇഷ്യൂ വരുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ, പല ആൾക്കാരും
വെറുത്തും പിന്നെ ഐമാക്സിലേക്ക് തിരിച്ചു വരില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതികൾ ഭയങ്കര ശോകമായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഇങ്ങനെ ഇത് തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ വെന്യൂസിലുള്ള കാര്യങ്ങൾ ഒരുപാട് തിരുത്താനുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ വെന്യൂ ആക്ച്വലി ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ സീറ്റിൻ്റെ കേസ് ഞാൻ പറയട്ടെ, സീറ്റ് ഞാൻ ഒരിക്കലും പറയില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ഒന്നുമാണ്, പക്ഷേ ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് മച്ച് മോർ ഡ്യൂറബിൾ. കാരണം ഇതുപോലുള്ള സീറ്റ് വേറെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ ഒന്നും ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴത്തെ PVR PXL നമ്മുടെ ഫോറമോളിലുള്ള 1 കൊല്ലം ജസ്റ്റ് ആയിട്ടുള്ളൂ ലോഞ്ച് ചെയ്തിട്ട്, 1 കൊല്ലം ഡൗട്ട്. ഇപ്പോഴേ സീറ്റ് കേടായി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴേ സീറ്റ് കേടായി. ഫെർക്കോ എന്ന് പറഞ്ഞാൽ മലേഷ്യൻ കമ്പനിയുടെ സീറ്റാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇറ്റ് ഡിഡ് ലാസ്റ്റ് വെൽ. ഭയങ്കര കംഫർട്ടബിൾ ആണ്, പക്ഷേ തീരെ ലാസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് 1 കൊല്ലത്തിന് സീറ്റ് കീറിപ്പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ആൾക്കാർ ഇങ്ങനെ ഉരച്ച് കീറണമല്ല, തല വെക്കുന്ന ഭാഗത്തൊക്കെ വേർപ്പ് കൊണ്ട് ഈ സാധനം പെട്ടെന്ന് കീറിപ്പോവാണ്. ഈവൻ ട്രിവാൻഡ്രം ഐമാക്സിലുള്ള സീറ്റുകൾ വളരെ മോശമായി തുടങ്ങിയെന്നാണ് കുറച്ച് പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചും അല്ലാതൊക്കെ എന്നോട് പറഞ്ഞത്. അവിടെയും ഫെർക്കോയുടെ സീറ്റിംഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംഫർട്ട് തരുന്നുണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു മോശം സൈഡ് അതിനുണ്ടാവും എന്ന് പറയണമല്ലേ. ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഇവിടെ കംഫർട്ട് ഇത്തിരി കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഐമാക്സ് വെന്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഓൾറെഡി ആകെ 2 ഉള്ളു. എല്ലാം കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇനി ശരിക്കും കുറച്ച് അടിപൊളി സാധനങ്ങൾ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും വിജയിച്ചില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന സാധനങ്ങൾ ചിലപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ നല്ല നല്ല തിയേറ്റേഴ്സൊക്കെ വരാനൊക്കെ ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 2 പേരും സഹകരിക്കണം. സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരും സഹകരിക്കണം, സിനിമ നമുക്ക് നൽകുന്ന ആൾക്കാരും സഹകരിക്കണം. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. സിനിപോളിസിന് മാത്രമല്ല ട്രിവാൻഡ്രത്തുള്ള ഐമാക്സിലുള്ളവർ കൂടി കേൾക്കാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ടിക്കറ്റ് പ്രൈസുകൾ അഫോർഡബിൾ ആക്കുക. ഇങ്ങനെ എക്സോർബിറ്റൻ പ്രൈസസ് നിങ്ങൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ വരില്ല സിനിമ കാണാനായിട്ട്. എത്ര ദിവസം ഓടും? ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് പേര് വരും, പിന്നെ ആൾക്കാർ വരാതിരിക്കും. ഈവൻ അവരെ പോലും ഇങ്ങനെ രീതി വെറുപ്പിച്ച് കഴിഞ്ഞാൽ വരാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ സിനിപോളിസിൻ്റെ കേസ് ഞാൻ പറയാം. ഈ പറഞ്ഞ സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ടിക്കറ്റ് പ്രൈസ് ആയിരുന്നു. അതുപോലും ഓവർ പ്രൈസ്ഡ് ആണ്, അതുപോലും എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരന്ന് കരയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. എന്നിട്ടും ആ ടിക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇമാതിരി ലെവലിൽ ടിക്കറ്റ് പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്നു. അതേസമയം ഇന്ന് ഡൂൺ പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. എത്ര പേരുണ്ട് ആ സിനിമ? ഞാൻ 9:30 ഷോ, അതായത് 9:20 എൻ്റെ ഡൂൺ പാർട്ട് 1 എന്നുള്ള ഷോ ക്യാൻസലായി പോയില്ലേ. അത് ഡൂൺ പാർട്ട് 1 ഇപ്പോൾ പ്ലേ ചെയ്യുന്നല്ലോ. അതെടുത്ത് ഇപ്പോൾ റീലിസ്റ്റ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ 2 പേരാണ് ആകെ ബുക്ക് ചെയ്തേക്കുന്നത്. വെറും 2 പേര്. ഡൂൺ കാണണമെന്ന് എന്തോരം പേർക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിയാമോ? പാർട്ട് 2 ആണെങ്കിൽ പോലും. കാരണം ആ സിനിമ മുഴുവൻ ഫുൾ സ്ക്രീനാണ് ഐമാക്സിൽ. എക്സലൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐമാക്സ് വിത്ത് ലേസർ ഇൻ ബ്രോഡ്വേ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഈവൻ ടിക്കറ്റ് പ്രൈസ് അഫോർഡബിൾ ആക്കിയിരുന്നെങ്കിൽ ഞാൻ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാതെ ഞാൻ എന്താ പറയുക, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടിയാൽ 2ാമത് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ഫേവറേറ്റ് സീറ്റിലിരുന്ന് ഞാൻ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ ഒന്നും കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. കാരണം എനിക്ക് ആ സിനിമ ഇഷ്ടമാണ് പാർട്ട് 2. ഞാൻ ഓൾറെഡി 3 തവണ 4ാം തവണ ഞാൻ കാണാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് ടിക്കറ്റ് പ്രൈസസ് അഫോർഡബിൾ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ടിക്കറ്റ് പ്രൈസ് ഇങ്ങനെ അടിച്ച് മുകളിൽ കയറ്റി വെക്കല്ലേ. ആൾക്കാർ വരില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി കുറേ പേർക്ക് ഐമാക്സ് എന്താണെന്ന് പോലും അറിയില്ല. ഇത്രയും പൈസ വെച്ച് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോലും നോക്കൂല. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പൈസ അഫോർഡബിൾ ആക്കുക. അതുപോലെ ഈ KDM ഇഷ്യൂസൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തണമെന്നല്ല, ഇത് നല്ല രീതിയിൽ വളർന്നു വന്ന് നല്ല രീതിയിൽ പോയി. ഈവൻ ട്രിവാൻഡ്രത്താണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറയാം. ആ തിയേറ്ററിൻ്റെ ആ വലിപ്പവും നല്ല ഒരു സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 ചാനൽ വിത്ത് ഐമാക്സ് വിത്ത് ലേസർ പറ്റുകയാണെങ്കിൽ ഒരു കോള പ്രൊജക്ടർ തന്നെ കൊടുക്കണം അവിടെ. കാരണം ട്രിവാൻഡ്രത്തുള്ള നല്ലവരായ കുറേ സിനിമ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്. ദേ ഡിസർവ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐമാക്സസ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഈവൻ ഏരീസ് ആണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ആലോചിക്കും, ഏരീസ് പോലൊരു ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്ററിന് എന്ത് പറ്റിപ്പോയി, അവരെന്തുകൊണ്ട് ഫ്ലാറ്റ് സ്ക്രീൻ എടുക്കാതെ സ്കോപ്പ് സ്ക്രീനിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ളത്. കാരണം നിയർ പെർഫെക്റ്റ് ആണ് ആ തിയേറ്റർ.
ആ ഒരു സ്ക്രീൻ സ്കോപ്പ് അല്ലാതെ ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ ദേ വിൽ ഗിവ് എ ഹ്യൂജ് കോമ്പറ്റീഷൻ ടു ഐമാക്സ്. ഓൾറെഡി കട്ട കോമ്പറ്റീഷനാണ് ഐമാക്സിൽ. ഇപ്പോഴത്തെ ഐമാക്സിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ പ്രിഫർ ഏരീസ് മോർ ഓഡിയോ വൺ. പക്ഷേ അവിടെ ഫ്ലാറ്റ് റേഷ്യോ സിനിമ പ്ലേ ചെയ്യാൻ പറ്റില്ല. പ്ലേ ചെയ്ത സൈഡിൽ കനത്ത ബ്ലാക്ക് ബാർ കാണേണ്ട അവസ്ഥയാണ് രണ്ട് സൈഡിലും. അപ്പോൾ എന്തുകൊണ്ട് അവരിങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈവൻ നമ്മുടെ കൊച്ചിയിൻ്റെ അടുത്തൊക്കെ ഷെണായിസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മുഖത്ത് കൈവെക്കുന്ന അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഐക്കോണിക് ആയിട്ടുള്ളൊരു തിയേറ്ററായിരുന്നു ഷെണായിസ്. ഫുൾ കേരളം, ഫുൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു തിയേറ്റർ. ആ തിയേറ്ററിനെ വെട്ടി മുറിച്ച് ചെറിയ 5 പെട്ടിക്കൂട് ലെവലിലാക്കിയിട്ട് ആകെ ഷോക്കാക്കി കളഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഡിസേർവ്ഡ് ടു ബി എ സ്റ്റാൻഡ് അലോൺ GT IMAX. കാരണം അത്ര ഐക്കോണിക് ആയൊരു തിയേറ്റർ ആയിരുന്നു അത്. ആ ഐക്കോണിക് ആയ തിയേറ്ററിന് ഐക്കോണിക് ആയിട്ടുള്ള അപ്ഡേറ്റ് വേണമായിരുന്നു വരാൻ. ഒന്നുമില്ലെങ്കിൽ അതൊരു ഡോൾബി വിഷൻ സിനിമാസ് ഒക്കെ ആയിരുന്നു അവർക്ക്. അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ആസ് ജൈഗാൻറ്റിക് LED വോൾ തിയേറ്റർ എന്തൊക്കെ ചെയ്യായിരുന്നു. ഫ്ലാറ്റ് റേഷ്യോ വിത്ത് 64 ചാനൽ അറ്റ്മോസ് ആൻഡ് ഡോൾബി വിഷൻ ആക്കാമായിരുന്നു. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനെ ഷെണായിസ് ഒരു സ്റ്റാൻഡ് ലോൺ GT IMAX ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തായിരിക്കും. ഇന്ത്യ എമ്പാടും നാളെ പരിപാടി കാണാൻ, പടം കാണാനൊക്കെ. ഈവൻ പ്രസാദ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വടാലായിക്കോട്ടെ, പ്രസാദ്, ഇവരൊക്കെ എന്തുകൊണ്ട് അവർക്ക് അവരുടെ റീസൺ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, പ്രസാദ് സിനിമാസ് ആക്കിയത് അവിടെ ഒരു ലെവലിലൊരു ഐമാക്സ് വന്നപ്പോഴാണ്. ഈവൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഐമാക്സിൻ്റെ പോപ്പുലാരിറ്റി ആയിരുന്നു അവരുടെ ഫ്രണ്ടിൽ കിടന്ന റോഡിന് വരെ ഐമാക്സ് റോഡെന്ന് പേരിട്ട്. അത്ര, അതായത് ഹൈദരാബാദിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ചെറിയ പങ്ക് പ്രസാദ് സിനിമാസ് വഹിച്ചിട്ടുണ്ട്. അവരുടെ അവിടെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയാണ്. അത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു തിയേറ്ററാണത്. ഈവൻ ഇന്ത്യയിലുള്ള ബെസ്റ്റ് തിയേറ്റേഴ്സ് നോക്കുമ്പോൾ ടോപ്പ് 1 നിൽക്കുന്നത്. ദ ലാർജസ്റ്റ് സ്ക്രീൻ ദ വേൾഡ് ആയിരുന്നു അവരടക്കത്. മെൽബൺ IMAX വരുന്നവരെ, മെൽബൺ സിഡ്നിയാണ് ഏതോ ഒരെണ്ണം വരുന്നവരെ. എൻ്റെ പൊന്നെ, ഈവൻ ഇപ്പോഴും ഐ തിങ്ക് ഇറ്റ് ഈസ് ദ 3rd ലാർജസ്റ്റ് തിയേറ്റർ സ്ക്രീൻ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ആണ് എന്തായാലും. 106 അടിയാണ്, 106 അടി. ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല. അത് പറയാമെന്നല്ലാണ്ട് സങ്കടം തോന്നുന്നുണ്ടല്ലോ. അത് ഒരു IMAX 70mm ആയിരുന്നു ഒരു തിയേറ്റർ. വടാലയുടെ കേസ് ഡോം IMAX. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IMAX ഒരു ഡോം IMAX ആയിരുന്നു. 5 70mm IMAX ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ഒരെണ്ണം ചാവാൻ കിടക്കുന്ന അവസ്ഥയിലിരിക്കുന്നത്. സിനിമ വിളയുന്നില്ല, ഡോക്യുമെൻ്ററി മാത്രം. അത് 2 ഷോ. അതിൻ്റെ ഫിലിം റീൽ കേട ടമാർ പടാർ. അതാണ് അവസ്ഥ. എന്തായാലും ഇന്ന് രാവിലെ തൊട്ട് ഇത് കണ്ട് എനിക്കും ആകെ മനസ്സും എടുത്തു പോയി. എൻ്റെ ഷോവും ക്യാൻസലായി. ഇനിയിപ്പോൾ എന്തായാലും ജോൺ അബ്രഹാമിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്, അതൊന്നും പോയി കാണണം. അതിൻ്റെ ഷോയിൻ്റെ അവസ്ഥയും ഷോക്കാണ്. രാവിലെ ഷോ ഇല്ല, ഉള്ളതാണെങ്കിൽ ഒരു 11 മണിക്ക് PVR ലുലുവിൽ, പിന്നെയുള്ള ഫോറത്തിൽ ഉച്ചയ്ക്ക് 1:30 ലേസർ കാണണമെന്നാണ് ആഗ്രഹം. പറ്റിയുള്ള ലേസർ തന്നെ കാണാം. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വരാനിരിക്കുന്ന 2-3 കൊല്ലത്തിൽ പല കാര്യങ്ങളും മാറുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സിനിപോളിസ്, ദർ ഇസ് എ ലോട്ട് ഫോർ യു ടു ഇംപ്രൂവ് ഓൺ. പക്ഷെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അൺടച്ചബിളാണ്. ഈവൻ ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും ഞാൻ വളരെ സ്നേഹത്തോട് തന്നെ പറയുന്നത്, നിങ്ങളുടെ ആ ഒരു IMAX PVRൻ്റെ ഓഡിയോ 1 ആയിട്ടുള്ള ലുലു മോൾ ട്രിവാൻഡ്രത്തുള്ള IMAX ഒന്ന് 12 ചാനലും ലേസർ കോള പ്രൊജക്ടറാക്കി നോക്കിയേ. അല്ലെങ്കിൽ പോട്ടെ, ലേസർ XT ആക്കേണ്ട പകരം കോള ആക്കാൻ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത്ര വലിയ സ്ക്രീനുള്ളതാണ്, 70 അടിയോളം വലിപ്പമുള്ള സ്ക്രീനുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കോളാക്കി നോക്കി, എൻ്റെ മോന് വിഷയവും. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് IMAXൽ ഉടനെ നിങ്ങൾ ആകും. അത് കൂടാതെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടുന്ന് വണ്ടി കയറി പിടിച്ച് വരുകൂടെ കാണാനായിട്ട്. നമ്മൾ നല്ലത് പറയും, നല്ലത് നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ പോകും. പിന്നെ പ്രൈസ് ഒന്ന് അഫോർഡബിൾ ആക്കി കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സെലക്ട് സിറ്റി വോക്സ് ആക്കിയത് ഡൽഹിയിൽ കോള IMAX ആണ്. PVR ലോവർ പലേഡിയം ഐക്കോൺ മുംബൈയിലുള്ളത്, കോള പ്രൊജക്ടർ വിത്ത് 12 ചാനൽ. ഇവിടെയൊക്കെ ടിക്കറ്റ് പ്രൈസ് 299 രൂപയൊക്കെയാണ്. വടാല ഉൾപ്പെടെ എല്ലായിടത്തും. ഈവൻ എറോസ് IMAX സ്റ്റാൻഡ് ലോൺ IMAXൽ 199 രൂപ രാവിലത്തെ ഷോ. ഉച്ചക്കത്തെ ഷോ 299 രൂപ. ഡ്യൂണ്ട ഇൻട്രസ്റ്റെല്ലാറും അത് തന്നെ 250 299.
അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ട് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലായിട്ട്. പക്ഷേ എടി നിങ്ങളൊന്ന് ചിന്തിക്കണം, മാറി ചിന്തിക്കും പ്ലീസ്. ഞങ്ങൾ വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ വ്ളോഗേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊന്ന് നല്ല രീതിയിൽ പ്രൈസ് ചെയ്ത് നോക്കിയേ. എല്ലാവരും പോയി ഐമാക്സിൽ സിനിമ കാണും. നിങ്ങൾ മറ്റുള്ള സിനിമയെ പറ്റിയുള്ള തിയേറ്ററെ പറ്റി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോടൊന്നും ചോദിച്ചു നോക്ക്. എല്ലാവരും റെഡിയാണ് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ അതിനുള്ള രീതിയിലുള്ള സ്പെക്സും അതിനുള്ള രീതിയിലുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രോപ്പർ പ്രൈസിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. സാധാരണ ജനങ്ങൾ ആണ് ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്, അവരും സപ്പോർട്ട് ചെയ്യും. പ്ലീസ് മുതലെടുക്കല്ലേ, അതെനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ തന്നെ പേരാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ആൾക്കാരെ മുതലെടുക്കാതിരിക്കുക, വെറുപ്പിക്കാതിരിക്കുക, ഒരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് തിരുത്തുക. നിങ്ങളുടെ ഈ ചെറിയ പോരായ്മകൾ, പക്ഷേ ആളുകൾക്കത് വലിയ വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നത്, വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പിടിച്ച് ടിക്കറ്റ് ഇത്രയും പൈസ എടുത്ത് ഒരുപാട് പൈസ മുടക്കി ഇത്രയും ദൂരമൊക്കെ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് വന്നിട്ട് സിനിമ കാണാൻ പറ്റാതെ പോകണ വിഷമയുടെ അത് നിങ്ങൾക്ക് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് ഭയങ്കര സീൻ തന്നെയാണ്. ഒരു സിനിമ ആസ്വാദനം സംബന്ധിച്ച് ഭയങ്കര സീനാണ്. ഇപ്പോൾ ഒരു പെറ്റ് ലവറിൻ്റെ സങ്കടം ഒരു പെറ്റ് ലവറിനെ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു സിനിമ ലവറിൻ്റെ സങ്കടം ഒരു സിനിമ ലവറിനെ മനസ്സിലാവുള്ളൂ. സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. എനിക്കത് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പറയുന്നു. എനിവേസ് ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആസ് എ റെസ്പോൺസിബിൾ കണ്ടൻറ് ക്രിയേറ്റർ എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇതെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ. അല്ലാതെ നിങ്ങളെ ആരെ താഴ്ത്തി കെട്ടാനോ ട്രിവാൻഡ്രത്തുള്ള ആളുകളെ താഴ്ത്തി കെട്ടാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെ ഉദ്ദേശിച്ച് എന്ത് കാരണത്താലാണ് പറയുന്നത് എന്നുള്ളതൊക്കെ. ഇത്രേ ഉള്ളൂ. എന്തായാലും നാളെ വേറെ വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ. ഇന്ന് ജോൺ അബ്രഹാമിൻ്റെ സിനിമ കാണാം, അതിൻ്റെ അഭിപ്രായം ഇട്ടേക്കാം. നാളെ ഇതുപോലെയുള്ള ഓരോ കുരിശുകൾ അറിയാതിരിക്കട്ടെ, ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇങ്ങനെ വീഡിയോസായിട്ട് വരാതിരിക്കട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ. ഇൻട്രസ്റ്റ്ലാൻഡ് രാവിലത്തെ 6 മണിക്കത്തെ ഷോ ക്യാൻസലായി പോയ ആളുകൾക്ക് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ അവർ നൽകിയിട്ടുണ്ട്. എന്നാലും ട്രാവൽ ചെയ്ത് ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന ആളുകൾക്ക് ഇതും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും ഇതുപോലുള്ള പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കട്ടെ, അതിനുള്ള വഴി ഒരുക്കാതിരിക്കട്ടെ എന്നും കൂടെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും സിനിപോളിസ് യു ഹാവ് ടു ഇംപ്രൂവ് എ ലോട്ട്.